എന്തുകൊണ്ടാണ് ശ്രീ വി ശിവൻകുട്ടി ഇവിടെ ഇരിക്കുന്നത്? അത് ഇത്രയും നാളത്തെ എൻ്റെ കഠിനാധ്വാനം പ്രയത്നമായിരിക്കും. ഈ ഒരു ന്യൂസ് മേക്കറിന്റെ അവസാന ചുരുക്കപ്പട്ടികയിലേക്ക് അദ്ദേഹം കടന്നു വന്നു എന്നുള്ളതിൽ അദ്ദേഹത്തെ ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. കാരണം അദ്ദേഹം യഥാർത്ഥത്തിൽ ന്യൂസ് മേക്കർ തന്നെയാണ്. പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ പുതിയതായി വീണ്ടും അദ്ദേഹം നിയമസഭയിലേക്ക് ശക്തമായൊരു തിരിച്ചുവരവ് നടത്തി സ്വാഭാവികമായ ഒരു മന്ത്രിസ്ഥാനത്തേക്കൊക്കെ പരിഗണിക്കപ്പെടുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് ശ്രീ വി ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിയാകും എന്നുള്ളതായിരുന്നില്ല. എന്താ കാര്യം? അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിനും ആ ഒരു ആഗ്രഹമല്ലായിരിക്കും ഒരുപക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുക എന്നാണ് എനിക്കും തോന്നുന്നത്. ഒരുപക്ഷെ തദ്ദേശ സ്വയംഭരണ വകുപ്പോ അതല്ലെങ്കിൽ തൊഴിൽ വകുപ്പ് അദ്ദേഹം ഉണ്ട്. അത്തരത്തിലുള്ള പല വകുപ്പുകളും ആയിരിക്കും ഒരുപക്ഷെ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ സാധിക്കാം. അല്ലടാ സത്യം. വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നത് അനാവശ്യ മുൻവിധിയാണോ? അല്ല, നിരീക്ഷണമാണെന്ന് കണക്കാക്കിയാൽ മതി. പിന്നെയും അദ്ദേഹം വാർത്തകളിൽ ഇടം പിടിച്ചു നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു പഴയ ചില വിവാദങ്ങളും പുതിയ ചില വിദ്യാഭ്യാസ വകുപ്പിലെ വീഴ്ചകളും